സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. സംപൂജ്യ ശ്രോതാക്കൾക്ക് ഈയുള്ളവൻ്റെ സാദരപ്രണാമം. ഉത്തരരാമായണ പഠനത്തിൻ്റെ 24-ാം ദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾക്ക് പാരായണം ചെയ്ത് പഠിക്കേണ്ടുന്നത് അധ്യായം 3-ൽ 509-ാമത്തെ വരി മുതലാണ്. നൃഗചരിതം തുടർച്ച. വിപ്രന്മാർ നൃഗനെ ശപിച്ചു, ഓന്തായി പോകട്ടെ എന്ന്. അതിനുശേഷം ശാപമോക്ഷവും കൊടുത്തു. ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ തൃക്കൈകളാൽ ഈ ഓന്തിനെ തൊടുമ്പോൾ നൃഗൻ തൻ്റെ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയാണ്. ഇനി നമുക്ക് പഠനം തുടരാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. പിന്നെ പോയി നിജ നിജ മന്ദിരം ബുക്കാരവർ, മന്നവൻ താനുമറിഞ്ഞാനപ്പോൾ അവസ്ഥകൾ. വിപ്രന്മാർ ശാപവും കൊടുത്തു, ശാപമോക്ഷവും കൊടുത്തു. അവരവരുടെ വഴിക്ക് പോയി. രാജാവ് ഈ വിവരമറിഞ്ഞു. പിന്നെ തനയനു രാജ്യാഭിഷേകം ചെയ്തു ഖിന്നനായി സുതനോടു ചൊല്ലിനാൻ നൃപേന്ദ്രനും. ഉടൻ തന്നെ തൻ്റെ മകനെ രാജാവാക്കി അഭിഷേകം നടത്തി. ദുഃഖത്തോടു കൂടി. ഇതൊക്കെ അറിഞ്ഞ് ചെയ്ത തെറ്റുകളൊന്നും അല്ല, എങ്കിലും പ്രകൃതി നിയോഗമാണല്ലോ. ദുഃഖം ഉണ്ടാവും, സ്വാഭാവികമാണ്. മകനോട് പറഞ്ഞു, മഴയും മഞ്ഞുമേറ്റം വെയിലുമുള്ള കാലം അഴൽ കൂട്ടാതെ വസിച്ചിടുവാൻ തക്കവണ്ണം തീർക്ക നീ 3 കിണറവറ്റിൻ തീരം തോറും വായിക്കുന്ന വല്ലികളും വൃക്ഷവുമുണ്ടാക്കണം. മഴയും മഞ്ഞും വെയിലും ഒക്കെ ആണല്ലോ, കാലാവസ്ഥ മാറി മാറി വരും. അവയൊക്കെ ഉണ്ടാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിയാനായി 3 കിണർ ഉണ്ടാക്കണം. അതിലിങ്ങനെ മാറി മാറി കിടക്കാമെന്നായിരിക്കാം പ്ലാൻ. എന്തായാലും അതിൻ്റെ കരയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ലതകളും ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടാകണം. വസുവാം തനയനും അങ്ങനെ തീർത്തിയിടിനാൻ, വസുധാധിപനെന്നുമുണ്ടതിൽ കിടക്കുന്നു. വസു എന്ന പേരുള്ള നൃഗപുത്രൻ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം അവയൊക്കെ തീർത്തു കൊടുത്തു. ഇപ്പോഴും നൃഗൻ ഓന്തി രൂപത്തിൽ ആ കിണറ്റിൽ തന്നെയുണ്ട് എന്ന് രാമദേവൻ ലക്ഷ്മണനോട് പറഞ്ഞു. മന്നവനോട് സുമിത്രാത്മജനതു കേട്ടു, പിന്നെയും ചോദിച്ചിതു വന്ദിച്ചു രഘുപതേ. ഇത് കേട്ടിട്ട് മന്നവനോട്, രാമദേവനോട് സുമിത്രാത്മജനായ ലക്ഷ്മണൻ ചോദിക്കുകയാണ്, രഘുപതേ, അല്ലയോ രഘുവംശതിലകമേ, അല്പാപരാധമറിയാതെ വന്നതിന്നവരുൽപ്പന്നരോഷം കൈക്കൊണ്ടിങ്ങനെ ശപിച്ചതും യോഗ്യമോ നിരൂപിച്ചാൽ ആർക്കറിയാവൂ. പിന്നെ ഭാഗ്യവാൻ ദാനശീലനല്ലോ ഭൂപതി നൃഗൻ. ഇത്രയും ദാനശീലനായ നൃഗന്
ഒരു ചെറിയ അപരാധം, അല്പാപരാധം, നിസാരമാണ്. കാരണം അദ്ദേഹം ദാനം ചെയ്ത ഒരു പശു തിരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഗോശാലയിൽ വന്നു ചേർന്നു. അതറിയാതെ വീണ്ടും ഒരു ബ്രാഹ്മണന് ആ പശുവിനെ ദാനം ചെയ്തു. ഇത്രയാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും അറിയാതെ ചെയ്ത അപരാധമാണ്. അതിന് ഇത്രയും വലിയൊരു ശാപം ഉൽപ്പന്ന രോഷത്തോടെ അത്യധികം ക്രോധത്തോടെ വിപ്രന്മാർ കൊടുത്തത് എന്തിനാണ്? യുദ്ധം സൗമിത്രി പറഞ്ഞൊരു നേരത്തു രാമഭദ്രനു അരുൾ ചെയ്താൻ ആർക്കറിയാവോ സഖേ. പ്രാരബ്ധ കർമ്മ ഫലഭോഗത്തിനെന്നേ വരൂ നേരത്രേ വിധാതാവിൻ കൽപ്പിതമോർത്തു കണ്ടാൽ. ബ്രഹ്മകൽപ്പിതമാണ്, അതായത് തലയിലെഴുത്താണ്, വിധിയാണ്. പ്രാരബ്ധ കർമ്മഫലം ആർക്കായാലും അനുഭവിച്ചേ മതിയാവൂ. അത് സൂര്യകുലജാതനായ നൃഗനായാലും ശരി, തനിക്കായാലും ശരി, നമ്മൾക്കായാലും ശരി. ഇനി നമുക്ക് നിമി ചരിതമാണ് പാരായണം ചെയ്യേണ്ടുന്നത്. നിമി അതുപോലെ സൂര്യകുലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു. സൂര്യവംശ മഹാരഥന്മാരെ പറ്റിയാണ് രാമദേവൻ ലക്ഷ്മണനോട് പറയുന്നത്. ഇനി നമുക്ക് ആ കഥ കേൾക്കാം. ഇന്നും നീ ഒരു കഥ കേൾക്ക സൗമിത്രേ ചൊല്ലാം, മുന്നമുണ്ടായാൻ നിമിയാക്കിയ നൃപശ്രേഷ്ഠൻ. ഇനി ഞാനൊരു കഥ പറയാം. പണ്ട് നിമി എന്ന രാജവര്യനുണ്ടായിരുന്നു. ഗൗതമാശ്രമത്തിങ്കലടുത്തു ഭവനവും കൗതുകത്തോടു തീർത്തു വസിച്ചാൻ പല കാലം. ഗൗതമമുനിയുടെ ആശ്രമത്തിനടുത്തായി തനിക്ക് പാർക്കത്തക്ക വിധം ഒരു ഭവനമുണ്ടാക്കി അവിടെ ഇങ്ങനെ കുറേ നാൾ താമസിച്ചു വരികയായിരുന്നു. ചിത്തത്തിലോർത്താനൊരു യാഗം ചെയ്യണമെന്ന് സത്വരമാചാര്യനോടതു ചെന്നറിയിച്ചാൻ. തനിക്ക് ഒരു യാഗം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. അത് തൻ്റെ ആചാര്യൻ, സൂര്യകുലത്തിൻ്റെ ആചാര്യൻ വസിഷ്ഠമുനിയാണല്ലോ, വസിഷ്ഠമുനിയെ അറിയിക്കുകയുണ്ടായി. അന്നേരം വസിഷ്ഠനും നൃപനോടരുൾ ചെയ്തു, ഇന്ദ്രനുണ്ടെന്നെ ഒരു യാഗം ചെയ്യിപ്പാനായേ വന്നപേക്ഷിക്കുന്നു. ഞാൻ പോവാനായതു ചെയ്തു വന്നാൽ നിന്നുടെ യാഗം കഴിക്കാമെന്നേ വരൂ. അതെ, ഇന്ദ്രൻ കുറേ നാളായി എന്നോടൊരു യാഗം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നുണ്ട്. ആ യാഗം നടത്തി വന്നാൽ നിന്റെ യാഗം നമുക്ക് നടത്താം. അമരാലയം പൊക്കു വസിഷ്ഠമുനീന്ദ്രനും നിമിയും ഗൗതമനെ കൊണ്ടു ചെയ്യിച്ചു യാഗം. ഇത് പറഞ്ഞ് നേരെ ദേവലോകത്തേക്ക് പോയി വസിഷ്ഠമുനി അവിടെ പോയി ദേവേന്ദ്രൻ്റെ യാഗം ചെയ്യാൻ തുടങ്ങി. ഇവിടെ വസിഷ്ഠൻ തിരിച്ചു വരുന്നതൊന്നും കാത്തു നിൽക്കാതെ നിമി ഗൗതമനെ കൊണ്ട് തൻ്റെ യാഗം ചെയ്യിച്ചു. ആയിരം സംവത്സരം കൊണ്ടു യാഗവും കൂടി നായകനവ അവഭൃത സ്നാനവും ചെയ്തിടിനാൻ. 1000 വർഷം കൊണ്ടാണ് ആ യാഗം തീർന്നത്. അവഭൃത സ്നാനമൊക്കെ നടത്തി എല്ലാ യാഗയജ്ഞങ്ങൾക്ക് ശേഷം അവഭൃത സ്നാനം ചെയ്യുക പതിവുണ്ടല്ലോ. അപ്പോൾ അവയൊക്കെ ചെയ്തു. വന്നിതു വസിഷ്ഠനും ഭൂപതി നിമിതാനു അന്നേരം നിദ്രാവശനായി കിടക്കുന്നുവല്ലോ.
അവിടുത്തെ യാഗമൊക്കെ കഴിഞ്ഞ് ദേവലോകത്ത് നിന്നും വസിഷ്ഠമുനി തിരിച്ചെത്തി. ഇവിടെ വന്നപ്പം അതാ നിമി ചക്രവർത്തി നല്ല ഗാഠനിദ്രയിലാണ്. സൽക്കാരം ചെയ്യാഞ്ഞതും യാഗം ചെയ്തതുകൊണ്ടും ഉൾക്കാമ്പിൽ ക്രോധം പൂണ്ടു ശപിച്ചു വസിഷ്ഠനും. ശാപത്തിനൊന്നും അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും വേണ്ടല്ലോ, ഒട്ടാൻ തന്നെ മനസ്സിൽ കോപമുണ്ടായി ശപിക്കുക. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവന്മയമന്നോർക്ക സമസ്തം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിക നാരായണ ജയ. ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും മനസ്സിൽ പിടിക്കാത്ത കാര്യം കാണുന്നതോ അല്ലെങ്കിൽ കേൾക്കുന്നതോ. ഉടൻ തന്നെ നമ്മൾ തുടങ്ങും അസഭ്യവർഷം, ശാപവർഷം ഒക്കെ തന്നെ. ഇത് സാധാരണ പതിവുള്ളതാണ്. പക്ഷേ വിവേകശീലമുള്ളവർ, വിവേകശാലികളായ നരന്മാർ എന്തു വേണം? അവയൊക്കെ സുഖവും ദുഃഖവും അനുഭവത്തിലുള്ളതാണ് എന്ന് കരുതി അത് പോയി കഴിഞ്ഞാൽ സമമാണ്. ശരിയല്ലേ? നമ്മൾ സുഖം അനുഭവിച്ചാലും ദുഃഖം അനുഭവിച്ചാലും അനുഭവകാലം കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊന്നും നമുക്ക് ഇല്ല, രണ്ടും ഒരുപോലെ ഉള്ളൂ എന്ന് കരുതി വേണം നാരായണനെ സ്മരിച്ച് ജീവിക്കാൻ എന്നാണ് പറയുന്നത്. പക്ഷെ അത് പറ്റുന്നില്ല. അവിടെയാണ് നമ്മുടെ പരാജയവും. ഏതായാലും ഇവിടെ വസിഷ്ഠമുനി നിമിയെ ശപിക്കുന്നു. എന്താണ്? ദേഹദേഹികൾ തമ്മിൽ വേറിട്ടുപോകയെന്ന് സഹസാൽ ശപിച്ചപ്പോൾ ഉണർന്നു നൃപേന്ദ്രനും. ദേഹവും ദേഹിയും തമ്മിൽ വേർപെട്ടു പോകട്ടെ. അതായത് ശരീരം വെറും ജഡമായി തീരും, ശരീരത്തിലുള്ള ചൈതന്യം വേറെ നിൽക്കും. ദേഹി ജീവൻ ഇങ്ങനെ ശപിച്ചു നിമിയെ. അപ്പോഴാണ് നിമി ഉണർന്നത് ഈ ശാപം കേട്ടിട്ട്. പിരിഞ്ഞുപോക ദേഹദേഹികൾ തമ്മിലെന്ന് വിരിഞ്ചതനയനെ ശപിച്ചു നിമിതാനും. ഉടൻ തന്നെ അദ്ദേഹവും തിരിച്ച് വിരിഞ്ചതനയൻ ബ്രഹ്മപുത്രനായ വസിഷ്ഠനെ ശപിച്ചു. എന്താണ് ശാപം കൊടുത്തത്? അത് ആ ശാപം തന്നെ ശപിച്ചത് തന്നെ തിരിച്ചും കൊടുത്തു. ജീവനും ശരീരവും വേർപെട്ടു പോകട്ടെ. അന്യോന്യം ശാപമേറ്റു വായുഭൂതന്മാരായാർ മന്നവൻ താനും തഥാ വസിഷ്ഠമുനീന്ദ്രനും. അങ്ങനെ രണ്ടുപേരും വായുഭൂതന്മാരായ ആ ജീവനിങ്ങനെ വേറെയായിപ്പോയി. ശരീരം വിദേഹം, അതായത് ശരീരം ഉപേക്ഷിച്ചു, ജീവൻ പോയി രണ്ടുപേരുടെയും. താപസൻ വായുഭൂതനായി ചെന്നു ധാതാവിനെ താപേന കണ്ടു നിജ സങ്കടമറിയിച്ചാൻ. വസിഷ്ഠൻ ബ്രഹ്മദേവൻ്റെ അടുത്ത് പോയി തനിക്കുണ്ടായ ഈ സങ്കടത്തെപ്പറ്റി പറഞ്ഞു. ഉർവശി തന്നിൽ മിത്രാവരുണ ബീജം കൊണ്ട് ദിവ്യമായൊരു ദേഹമുണ്ടാക്കിക്കൊള്ളുകയെന്നാൻ. അതിനൊരു പരിഹാരവും പറഞ്ഞു. സൂര്യൻ്റെയും വരുണൻ്റെയും ബീജം ഉർവശിയുടെ ഗർഭാശയത്തിൽ പ്രവേശിപ്പിക്കുക. മിത്രബീജവും പിന്നെ വരുണബീജത്തോട് യുക്തമായ അതു നേരമെടുത്തു കൂടാഞ്ഞവൾ കുംഭത്തിലാക്കിടിനാൾ ഇന്ദ്രിയദ്വയമപ്പോൾ കുംഭത്തിൽ നിന്നു ഗമിച്ചിടിനാൻ അഗസ്ത്യനും. സൂര്യവരുണന്മാരുടെ
ആ ബീജമിശ്രം വഹിക്കാൻ ഉർവശിക്ക് കഴിവില്ലാതെയായി. അത് പുറത്തേക്ക് വന്നു, ഒരു കുംഭത്തിലാക്കി, ഒരു കുടത്തിലാക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെന്ന് ഇവരെ വിശേഷിപ്പിക്കാം നമുക്ക്. ആദ്യം ആരാണുണ്ടായത്? അഗസ്ത്യൻ. ആ കുംഭത്തിൽ നിന്ന് അഗസ്ത്യനുണ്ടായി. പിൻപുടനുണ്ടായി വന്നു വസിഷ്ഠ ശരീരവും സംഭവിച്ചിതു മുനിശ്രേഷ്ഠന്മാരിരുവരും. അങ്ങനെ 2 മുനിമാരാണ് ആ കുടത്തിൽ നിന്നും ഉണ്ടായത്. ആദ്യം ഉണ്ടായത് അഗസ്ത്യൻ, പിന്നെ രണ്ടാമത് വസിഷ്ഠൻ. ഇവരെ കുംഭോദ്ഭവന്മാരെന്നും പറയും. മിത്രനും ഉർവശിയെ ശപിച്ചാനതു കാലം, മാർത്യനു കളത്രമായി പോക നീ ചിരകാലം. ഈ സംഭവം അറിഞ്ഞ സൂര്യൻ ഉർവശിയെ ശപിച്ചു. എന്താണ് ശപിച്ചത്? നീ ഒരു മർത്യന്, ഒരു മനുഷ്യൻ്റെ കളത്രമായിട്ട്, മനുഷ്യൻ്റെ പത്നിയായിട്ട് പോകട്ടെ എന്ന്. അങ്ങനെ പുരൂരവ തന്നെ പത്നിയായാൾ അങ്കന ശിരോമണിയാകും ഉർവശി താനും. ആ അങ്കനാ ശിരോമണി, ആ മഹിളാരത്നം ഉർവശി അങ്ങനെ പുരൂരവാവിൻ്റെ പത്നിയായി മാറി. നിമിതൻ ദേഹമുണ്ടാക്കാമെന്നു മുനികളും അമരന്മാരും ചൊന്നാരന്നേരം നിമി ചൊന്നാൻ. വസിഷ്ഠമുനിയെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ജീവിപ്പിച്ചു. ഇപ്പം ഉർവശി ആണ് അമ്മയായി വന്നിരിക്കുന്നത് അല്ലേ? പിന്നെ അഗസ്ത്യൻ്റെ അനുജനായിട്ട് അങ്ങനെ വസിഷ്ഠൻ വീണ്ടും പിറന്നു. അപ്പോൾ വേറൊരാളിവിടെ വിദേഹനായിട്ട് കിടപ്പുണ്ട്, ശരീരം വെടിഞ്ഞിട്ട്. ആരാണ്? നിമി ചക്രവർത്തി. അപ്പോൾ അദ്ദേഹത്തെയും ജീവിപ്പിക്കണം എന്നത് മഹർഷിമാരും ദേവന്മാരും ഒക്കെ ആഗ്രഹിച്ചു. അന്നേരം നിമി എന്താണ് പറഞ്ഞത്? ദേഹമുണ്ടായാൽ ദുഃഖമൊഴിഞ്ഞില്ലതു മൂലം ദേഹമുണ്ടാക വേണ്ട കേവലമെനിക്കിന്ന്. ദേഹം സർവ്വദുഃഖത്തിൻ്റെ ഇരിപ്പിടമാണ്, അതുകൊണ്ട് എനിക്ക് ദേഹമൊന്നും വേണ്ട, ഇനി മതിയായി. ഇതാണ് ത്യാഗം. അതൊരു മാതൃകയാവട്ടെ എല്ലാവർക്കും. സർവപ്രാണികളുടെ നേത്രങ്ങൾ തോറും സമീരാത്മകനായി വാണിടാമെന്നു കേട്ട കമലർ ആശ്വാസത്തിനു നേത്രമിമച്ചുമിഴിക്കെന്നും ആശ്രയാശാദ്യന്മാരും നൽകിനാരനുഗ്രഹം. എന്താണ് അദ്ദേഹം ആഗ്രഹിച്ചത്? ഈ ത്യാഗം എല്ലാവരും എപ്പോഴും കാണട്ടെ എന്ന് കരുതി മനുഷ്യരുടെ കണ്ണുകളിൽ, അതായത് കണ്ണടച്ച് തുറക്കുന്ന ആ നിമേഷം, അപ്പം ആ കണ്ണുകളിൽ എന്നും തൻ്റെ ആ ജീവൻ വർത്തിക്കട്ടെ എന്നാണ് ആഗ്രഹിച്ചത്. സമീരാത്മകനായി ആ കണ്ണടച്ച് തുറക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു എന്താ പറയുന്നത്, ഒരു വായു ശക്തി ഉണ്ടാവുമല്ലോ എന്തായാലും. അങ്ങനെയുള്ള ആ ഒരു ശക്തിയായിട്ട് എന്നും താൻ നിലനിൽക്കട്ടെ എന്നാണ് ആഗ്രഹിച്ചത്. അത് മഹർഷിമാരും ആശ്രയാശാദ്യന്മാരും അഗ്നി മുതലായ ദേവന്മാരും അനുഗ്രഹം കൊടുത്തു. അന്ന് മുതലാണ് ഈ ഇമ വീഴ്ത്തുന്ന സമയത്തിന് നിമേഷം എന്ന് വിളിക്കാൻ തുടങ്ങിയത്, നിമിയുടെ പേരിൽ. നിമിതൻ ദേഹം മുനിവരന്മാർ കടഞ്ഞപ്പോൾ അമലൻ മിഥിയെന്ന നൃപനുമുണ്ടായി വന്നു. നിമി ചക്രവർത്തി അങ്ങനെ ഇപ്പം
തൻ്റെ ശരീരമൊക്കെ വെടിഞ്ഞ് നിമേഷത്തിൽ വർത്തിക്കുകയാണ്. പക്ഷേ ഇനി മുന്നോട്ട് രാജ്യം പരിപാലിക്കണ്ടേ, അനന്തരാവകാശികളൊന്നുമില്ല. അതിനെന്ത് ചെയ്തു? മഹർഷിമാരെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കടഞ്ഞിട്ട് മിഥി എന്ന ഒരു രാജാവ് ഉണ്ടായി. മിഥിജാതന്മാരെല്ലാം മൈഥിലന്മാരായി വന്നാർ, തതനു വിദേഹജാതന്മാരായതുമൂലം. അങ്ങനെ ആ മിഥി രാജാവിൻ്റെ വംശത്തിൽ പിറന്നവരെയൊക്കെ മൈഥിലന്മാർ എന്ന് വിളിക്കാൻ തുടങ്ങി. മൈഥിലി നമുക്ക് സുപരിചിതമാണ്, സീതാദേവിയുടെ മറ്റൊരു പേരാണ്. അപ്പോൾ ഈ രാജവംശത്തിലാണ് സീതാദേവി ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വിദേഹന്മാരെന്നും ഇവരെ അറിയപ്പെടുന്നു. പൃഥുവീരന്മാരവർ വൈദേഹന്മാരായെന്നാർ, മതി കൗതുകത്തോടെ ധരിക്ക സൗമിത്രേ നീ. അങ്ങനെയാ മിഥി രാജാവിൽ നിന്നുണ്ടായ വംശത്തെ എന്തൊക്കെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? മൈഥിലന്മാർ, വിദേഹന്മാരെന്ന് ഈ രണ്ട് പേരുകളിലും അറിയപ്പെടുന്നു എന്ന് ലക്ഷ്മണനോട് പറയുകയാണ്. മതി കൗതുകത്തോടെ ധരിക്ക സൗമിത്രേ നീ, സന്തോഷത്തോടു കൂടി നീ ഈ കഥ അറിയുക. ജനിപ്പിച്ചിതു മഥനം ചെയ്തെന്നതുകൊണ്ടു ജനകന്മാരെന്നത്രേ ചൊല്ലുന്നു ബുധജനം. ശരീരത്തെ മഥനം ചെയ്ത് ജനിപ്പിച്ചതുകൊണ്ട് ജനകന്മാർ എന്നും ഇവരെ അറിയപ്പെടുന്നു. ബുദ്ധിയുള്ളവർ, അതായത് ബുധജനം, അറിവുള്ളവർ എന്താണ് പറയുന്നത്? ഇവരെ വിളിക്കുന്നത് ജനകന്മാരെന്നും പറയും. ജനക മഹാരാജാവ്, സീതാദേവിയുടെ അച്ഛൻ. അപ്പം 3 പേരിലാണ് ഇപ്പം അവരെ അറിയപ്പെടുന്നത്. ഇത്തരമാപത്തുണ്ടാം കാൺമാൻ വന്നോർക്കു കാൺമാനെത്താഞ്ഞാൽ വഴി പോലെ ലക്ഷ്മണ ധരിക്ക നീ. ഇങ്ങനെയുള്ള ആപത്തുകളൊക്കെ ഉണ്ടാകും. എപ്പോൾ? ഇവയൊക്കെ മുന്നിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ആപത്തുകൾ ഉണ്ടാവും. എടുത്തിയാട്ടക്കാർക്ക്. ശപിച്ചതെന്തു നിമി വസിഷ്ഠൻ തന്നെ കൂടെ തപശക്തിയും തമ്മിലൊക്കുമോ നിരൂപിച്ചാൽ. വസിഷ്ഠൻ ശപിച്ചു, എന്നാൽ നിമി എന്തിനാ തിരിച്ച് ശപിച്ചത്? ഈ 2 ശക്തിയും തപശക്തിയും തുല്യ പ്രഭാവം എങ്ങനെ വന്നു എന്നൊക്കെ ലക്ഷ്മണന് സംശയം തോന്നി. അത് ശ്രീരാമദേവനോട് ചോദിക്കുന്നു. എല്ലാവർക്കും ക്ഷമയുണ്ടായി വരികയില്ല കേൾ നീ, ചൊല്ലുവൻ ഇന്നും ഒരു കഥ ഞാൻ സംക്ഷേപമായി. നോക്കൂ കുഞ്ഞെ, എല്ലാവർക്കും എല്ലായ്പ്പോഴും ക്ഷമ ഒരുപോലെ ആയിരിക്കുകയില്ല. അതുകൊണ്ട് തിരിച്ച് ശപിച്ചു. അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പറയാനൊന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി നമുക്ക് വേറൊരു കഥ നോക്കാം. അത് ചുരുക്കി പറയാം. എന്താണ്? യയാതി ചരിതം എല്ലാവർക്കും സുപരിചിതമാണ്. സോമവംശത്തിൽ ബുധപുത്രനാം പുരൂരവാ ഭൂമിപാലകനവൻ നന്ദനനായുസ്സല്ലോ. നാഹുഷനവൻ മകൻ തൽസുതൻ യയാതിയും അവൻ്റെ പത്നി ശുക്രപുത്രിയാം ദേവയാനി. ഇവിടെ ചന്ദ്രവംശ രാജാക്കന്മാരെ പറ്റിയാണ് പറയുന്നത്. സോമവംശത്തിൽ പിറന്ന ബുധൻ്റെ പുത്രനായ പുരൂരവ, പുരൂരവാവിൻ്റെ പുത്രനായ ആയുസ്, ആയുസിൻ്റെ പുത്രനായ നഹുഷൻ, നഹുഷൻ്റെ പുത്രനായ യയാതി. യയാതിയുടെ ചരിത്രമാണ് ഇവിടെ വിസ്തരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിസ്തരിച്ചൊന്നുമില്ല, വളരെ ചുരുക്കത്തിലാണ് പറയുന്നത്. ഭാഗവതത്തിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് വിസ്തരിച്ചിട്ടുണ്ട്. ഇവിടെ വളരെ ചുരുക്കി പറഞ്ഞു പോകുന്നു. ദേവയാനിയുടെയും ശർമ്മിഷ്ഠയുടെയും യയാതിയുടെയൊക്കെ ആ കഥകൾ എല്ലാവർക്കും സുപരിചിതമാണ്. അപ്പോൾ അതിവിടെ വിസ്തരിക്കുന്നില്ല. ശുക്രപുത്രിയായ ദേവയാനി യയാതിയുടെ ഒരു പത്നി. മറ്റൊരു പത്നി വൃഷപർവാവിൻ മകളാകിയ ശർമ്മിഷ്ഠയും
ദേവയാനിക്കു മക്കൾ യദുവും തുർവശുവും. ദേവയാനിക്ക് യയാതിയിൽ 2 പുത്രന്മാർ. ആരൊക്കെയാണ്? യദു, തുർവശു. പിന്നെ ദ്രുഹ്യുവും അനുദ്രുഹ്യുവും പൂർവും ശർമ്മിഷ്ഠയ്ക്കും ആഹന്തസുതരെന്നു ധരിക്ക സൗമിത്രേ നീ. ശർമ്മിഷ്ഠയുടെ മക്കൾ ആരൊക്കെയാണ്? ദ്രുഹ്യു, പിന്നെ അനുദ്രുഹ്യു, പൂരു. ദ്രുഹ്യുവും അനുദ്രുഹ്യു പൂർവും ശർമ്മിഷ്ഠയ്ക്കുമാഹന്ത സുതരെന്നു ധരിക്ക സൗമിത്രേ നീ. അല്ലയോ ലക്ഷ്മണ, ഇങ്ങനെ ഇപ്രകാരം 5 പുത്രന്മാർ യയാതിക്ക് 2 ഭാര്യമാരിലുണ്ട്. ഭൂപതിക്കിഷ്ടഭഗ്നി ശർമ്മിഷ്ഠ തന്നെ ഏറ്റം താപവും ദേവയാനിക്കതിനാലുണ്ടായല്ലോ. സ്വാഭാവികമായിട്ടും ദേവയാനിക്ക് ദുഃഖമുണ്ടായി. എന്തുകൊണ്ട്? ശർമ്മിഷ്ഠയിലാണ് രാജാവിന് അധികം താല്പര്യം. അതുകൊണ്ട് ഇവിടെ ശരിക്കും വിവാഹം കഴിച്ചത് ദേവയാനിയെയാണ്. ശർമ്മിഷ്ഠയെ ദേവയാനി തൻ്റെ ദാസിയാക്കി. അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി ഉടുത്തതും അവർ തമ്മിൽ തർക്കമായതും ദേവയാനിയെ കിണറ്റിൽ തള്ളിയിട്ടതും യയാതി വന്ന് ദേവയാനിയെ രക്ഷിച്ചതും അങ്ങനെ യയാതിയെ തൻ്റെ ഭർത്താവായി സ്വീകരിച്ചു. ദേവയാനി ഈ അവഹേളനം ഒട്ടും സഹിച്ചില്ല. അച്ഛനോട് പോയി പറഞ്ഞു. ശുക്രാചാര്യൻ ശർമ്മിഷ്ഠയുടെ അച്ഛനായ വൃഷപർവാവിനോട് വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. അവിടെ നിന്നും ആ രാജ്യം തന്നെ വിട്ടുപോകാൻ തയ്യാറായി. അസുരഗുരുവായ ശുക്രാചാര്യൻ തന്നെ ഉപേക്ഷിച്ചാൽ രാജ്യം അനാഥമാവും, തനിക്ക് മാർഗനിർദ്ദേശം തരാൻ പിന്നീട് ആരും ഉണ്ടാവില്ല എന്ന് കരുതി അദ്ദേഹം തൻ്റെ മകളുടെ അപരാധം പൊറുക്കണമേ എന്ന് പറഞ്ഞപേക്ഷിച്ചു. അങ്ങനെ ദേവയാനിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ശർമ്മിഷ്ഠയെ തൻ്റെ ദാസിയാക്കാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ പോകുന്നിടത്തൊക്കെ ആ ദാസിയും കൂടെ കാണും. ഇപ്പോൾ യയാതിയോട് കൂടി തൻ്റെ ദാമ്പത്യ ജീവിതം അനുഷ്ഠിക്കാനായിട്ട് പോയപ്പോൾ ദാസിയായ ശർമ്മിഷ്ഠയുണ്ടായിരുന്നു. പക്ഷേ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. ശർമ്മിഷ്ഠയെ ഒരിക്കലും പ്രാപിക്കാൻ പാടില്ല എന്ന് ശുക്രാചാര്യന് യയാതിയോട് നിർദ്ദേശം കൊടുത്തിരുന്നു. അത് ഇവിടെ പാലിക്കപ്പെട്ടില്ല. യയാതിക്ക് ശർമ്മിഷ്ഠയിൽ 3 കുട്ടികളുണ്ടായി. അങ്ങനെയാണ് ഈ 2 ഭാര്യമാർ. ഇതറിഞ്ഞ ദേവയാനി ശുക്രാചാര്യനോട് വീണ്ടും തൻ്റെ വിഷമസ്ഥിതി പറഞ്ഞു. ശുക്രാചാര്യൻ യയാതിയെ ശപിക്കുകയുണ്ടായി. അതൊക്കെയാണ് ചുരുക്കി ഇവിടെ പറയുന്നത്. നമുക്ക് പിന്നെ മുന്നോട്ട് പാരായണത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇത്രയും വളരെ ചുരുക്കി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താതനോടറിയിച്ചാൾ ദേവയാനിയും അതിക്രോധേന ശപിച്ചിതു ശുക്രനും യയാതിയേ. തൻ്റെ സങ്കടങ്ങളൊക്കെ അച്ഛനോട് പറയുകയുണ്ടായി. അച്ഛൻ ശുക്രാചാര്യൻ യയാതിയെ ശപിച്ചു. വൃദ്ധനായി ജരാനരയുണ്ടാക നിനക്കെന്ന് പൃഥ്വീശനുൾത്താപവും ഉണ്ടായതുമൂലം. ഇങ്ങനെ വാക്കുപാലിക്കാത്ത കാമകിങ്കരനായ നീ വൃദ്ധനായി പോകട്ടെ, ജരാനര പിടിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. ശാപം കേട്ട് രാജാവിന് അത്യധികം ദുഃഖമുണ്ടായി. പുത്രനാം യദുവിനെ വിളിച്ചു ചൊന്നാൻ നൃപൻ, വൃദ്ധത വാങ്ങിത്തവ യൗവനം തന്നീടണം. ജീവിതം ആസ്വദിച്ച് മതിയായില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് തൻ്റെ ഓരോ പുത്രന്മാരെയും വിളിപ്പിച്ചു. നോക്കൂ, എനിക്ക് കുറച്ച് നാളുകൂടി ജീവിതം ആസ്വദിക്കണം. ശാപത്താൽ ഈ ജരാനരയൊക്കെ സംഭവിച്ചു പോയി, വൃദ്ധത വന്നുപോയി. ആദ്യം യദുവിനെ വിളിപ്പിച്ചു. യദുവിനോട് പറഞ്ഞു, നീ എൻ്റെ ഈ വൃദ്ധത കൈക്കൊണ്ടിട്ട് നിന്റെ യൗവനം എനിക്ക് തരൂ.
എന്നതു കേട്ടു സൂക്ഷ്മധർമ്മത്തെ പാർത്തു തന്നുടെ പിതാവ് തൻ കാക്ഷിതം കണ്ടു ചൊന്നാൻ. ഇത് കേട്ടിട്ട് ധർമ്മശാസ്ത്രങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് യദു പറയുകയാണ്, ധർമ്മമല്ലിതു മമ ദണ്ഡമെത്രയും ഓർത്താൽ സമ്മതിക്കയുമില്ല ഞാനത് പറയേണ്ട. അങ്ങൊന്നും പറയണ്ട, ഇത് ഒരു വിധത്തിലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല. എൻ്റെ യൗവനം അങ്ങേക്ക് ഞാൻ തരില്ല, എന്നോടൊന്നും പറയുകയും വേണ്ട. പിന്നെ പൂർവിനോട് പറഞ്ഞു, യയാതിയും തന്നാലും യൗവനത്തെ വാർദ്ധക്യം നൽകിയിടുവൻ. പിന്നീട് ഓരോരുത്തരോടും പറഞ്ഞു. അവസാനം പൂർവിനോട് പറഞ്ഞു. ശർമ്മിഷ്ഠയുടെ ഏറ്റവും ഇളയ പുത്രനായ പൂർവിനോട് പറഞ്ഞു, നിന്റെ യൗവനം എനിക്ക് തന്നിട്ട് നീ എൻ്റെ വാർദ്ധക്യം എടുക്കുക. വന്നിടും പിതൃനിയോഗം കേട്ടാൽ അനുഗ്രഹമെന്നു കേട്ടവനതു സമ്മതിച്ചിതു ഭക്തിയാ. എന്താണ് അച്ഛൻ പറഞ്ഞത് എന്നൊന്നും വിശകലനം ചെയ്യാനൊന്നും പോയില്ല പൂരു. അച്ഛൻ്റെ നിയോഗം എന്താണെന്ന് വെച്ചാൽ അത് അനുഷ്ഠിച്ചാൽ തനിക്ക് ഗുണമേ ഉണ്ടാവൂ, അനുഗ്രഹമേ ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കിയ പൂരു ഉടൻ തന്നെ അതിന് സമ്മതിച്ചു. താരുണ്യം അവനോട് വാങ്ങിനാൻ യയാതിയും കാരുണ്യം അവനിൽ വർദ്ധിച്ചിതു നരേന്ദ്രനും. പൂരുവിൻ്റെ യൗവനത്തെ യയാതി വാങ്ങി. യയാതിക്ക് പൂരുവിനോട് അത്യധികം സ്നേഹവാത്സല്യങ്ങളുണ്ടായി. രാജ്യപാലനം ചെയ്തു ഭോഗത്തെ ഭുജിച്ചേറ്റം പൂജ്യനായി ചിരകാലം വസിച്ചു യയാതിയും. യവനയുക്തമായ തൻ്റെ ശരീരം കൊണ്ട് യയാതി രാജ്യത്തെയൊക്കെ നന്നായിട്ട് പരിപാലിച്ചു, സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചു. കുറേ നാൾ അങ്ങനെ കഴിഞ്ഞു. പിന്നെ പൂരുവിനോട് വാർദ്ധക്യം വാങ്ങിക്കൊണ്ട് തന്നുടെ തനയനു യൗവനം നൽകിയിടിനാൻ. തനിക്ക് യൗവനം കിട്ടി എന്ന് കരുതി അദ്ദേഹം ജീവിതകാലം മുഴുവനും അതുകൊണ്ട് ആസ്വദിക്കാനൊന്നും പോയില്ല. കുറച്ചു നാൾ അങ്ങനെ ആ രാജ്യത്തെയൊക്കെ പരിപാലിച്ചു. അതിനുശേഷം തൻ്റെ മകന് യൗവനം തിരിച്ചു കൊടുക്കുകയുണ്ടായി. ഭൂപരിത്രാണാർത്ഥമായ അഭിഷേകവും ചെയ്തു ഭൂപതി പൂരുവിനെ ഭൂപതിയാക്കി വാണാൻ. ഇത്രയും ഈ 5 പേരിൽ മൂത്തത് യദുവാണ്. അവർക്കാർക്കും തൻ്റെ അനന്തരാവകാശം കൊടുക്കാതെ പൂരുവിനെ രാജാവാക്കി. രാജചിഹ്നങ്ങൾ നിങ്ങൾക്കില്ലാതെ പോകയെന്ന് രാജേന്ദ്രൻ യദു മുതൽ 4 ശാപം നൽകി. നിങ്ങൾക്കാർക്കും ഈ രാജചിഹ്നങ്ങളൊന്നും ഉണ്ടാവാതെ പോകട്ടെ, രാജാക്കന്മാരുടെ യാതൊരു ഗുണങ്ങളും ഉണ്ടാവില്ല എന്ന് ആരെ ശപിച്ചു? മക്കളെ യയാതി ശപിച്ചു, ബാക്കി 4 മക്കളെ. അങ്ങനെ ശുക്രശാപം കൈക്കൊണ്ടു യയാതികേൾ അങ്ങോട്ടു കൂടെ ശപിച്ചീല സൽഗുണവശാൽ. ഇവിടെ യയാതിക്ക് തിരിച്ച് ശപിക്കാമായിരുന്നു ശുക്രാചാര്യനെ. കാരണം സംഭവത്തിൻ്റെ കിടപ്പൊക്കെ അങ്ങനെയൊക്കെയാണ്. പക്ഷേ യയാതി സൽഗുണവാനായതുകൊണ്ട് തിരിച്ച് ശപിച്ചില്ല. മുമ്പ് പറഞ്ഞ കഥയിൽ തിരിച്ച് ശാപം കൊടുത്തിരുന്നു. അപ്പം താരതമ്യമാണ് ഇവിടെ ചെയ്യുന്നത്. മുന്നമന്ത്രകനു വന്നാപത്ത് പോലെ നമുക്ക് ഇന്നിനി വരായുവതിനാവോളം വേല ചെയ്യുക. മുമ്പ് നൃഗൻ എന്ന രാജാവിനുണ്ടായ ആ ആപത്ത് പോലെ നമ്മൾക്കും സംഭവിക്കാതിരിക്കണമെങ്കിൽ നല്ല കരുതലോട് തന്നെ ജീവിക്കണം. നമ്മെ കാൺമതിനുണ്ട് വന്നിട്ടാരാനുമെങ്കിൽ
സമ്മാനിച്ചുദിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടുവന്നിടു നീ. ഇനിയിപ്പം നമ്മളെ ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ സമ്മാനിച്ച് പൂജിച്ച് സൽക്കരിച്ച് ഉദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് വരണം. എന്തുകൊണ്ടാണിത് നൃഗൻ്റെ കാര്യം പറഞ്ഞത്? നൃഗൻ ഈ വിപ്രന്മാർ കാണാൻ വന്നപ്പോൾ അവരെ ഗൗനിച്ചില്ല. അതൊരു പ്രധാന ദോഷം തന്നെയാണ്. ഗൗനിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കി അദ്ദേഹത്തിന് ആ പശുവിന് പകരം വേറൊരു പശുവിനെ ദാനം ചെയ്താൽ മതിയായിരുന്നു. അവിടെ അതുണ്ടായില്ല. അങ്ങനെ നമ്മൾക്ക് സംഭവിക്കാൻ പാടില്ല. അതാ പറഞ്ഞ് നമ്മളെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നേരം വിളിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടുവരികയാണ്. യുദ്ധമോരോന്നേ രാമലക്ഷ്മണന്മാരും തമ്മിൽ ചിത്തമോദേന പറഞ്ഞിരുന്നിടിന നേരം സത്വരം കഴിഞ്ഞിതു രാത്രിയും ദിനേശനും പ്രത്യക്ഷനായാനല്ലോ തൽക്ഷണം നൃപശ്രേഷ്ഠൻ. ആസ്ഥയാ സന്ധ്യാനുഷ്ഠാനങ്ങളും കഴിച്ചു വന്നാസ്ഥാനേ സുവർണ സിംഹാസനേ മരുവിനാൻ. ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് സീതയോടുള്ള വേർപാടൊക്കെ ഒന്ന് എന്താ പറയുന്നത്, വേർപാടിൻ്റെ ദുഃഖം ഒക്കെ ഒന്ന് ചെറുതായിട്ട് ശമിച്ചു. രാത്രി മുഴുവനും ജ്യേഷ്ഠനീജന്മാർ തമ്മിൽ ഓരോ കഥകൾ പറഞ്ഞ് കഴിച്ചു കൂട്ടി. നേരം വെളുത്തു. സത്വരം കഴിഞ്ഞത് രാത്രിയും ദിനേശനും പ്രത്യക്ഷനായി, സൂര്യൻ പ്രത്യക്ഷനായി. ഉടൻ തന്നെ രാമദേവൻ സന്ധ്യാവന്ദനമൊക്കെ കഴിച്ചു ആസ്ഥാന മണ്ഡപത്തിലെത്തി. ഉടൻ തന്നെ തൻ്റെ ആ സ്വർണ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണകാര്യങ്ങളിലേക്ക് മുഴുകി. സ്വർണ സിംഹാസനസ്ഥിതനായ രാമദേവനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠനം ഇവിടെ സമ്പൂർണ്ണമാക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളുന്നു. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.